എനിക്കൊന്നും പറയാൻ കഴിയില്ല, ഞാനിപ്പോ സ്റ്റേജ് മേലുള്ളത്. വെള്ളം കിട്ടുന്ന സ്ഥലം കുറ്റിക്കാരന് പറയാൻ പറ്റുമോ? കുറ്റിക്കാരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. വെള്ളം ഭൂഗർഭശാസ്ത്രം എന്നൊരു സംഗതിയുണ്ട്. ഭൂമിയുടെ ഉള്ളിലുള്ളത് മേലെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവരം, അതിനാണ് ഭൂഗർഭശാസ്ത്രം എന്ന് പറയുന്നത്. ആ ഭൂഗർഭശാസ്ത്രം അറിയുന്ന ആളുകൾക്ക് ഭൂമിയുടെ ഉള്ളിലുള്ള സംഗതികൾ മേലെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതില്ലെന്ന് പറഞ്ഞുകൂടാ. ആ ശാസ്ത്രീയമായ അറിവ് പഠിച്ചുകൊണ്ടറിയലും ഉണ്ട്, ചിലർക്ക് അല്ലാഹു തആല ലദുന്നിയായി കൊടുക്കലും ഉണ്ട്. ഞാൻ മേപ്പയ്യൂരിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് വേണ്ടി ഒരു 4 ഏക്കർ സ്ഥലം എടുത്തു. സിറാജുൽ ഹുദയുടെ കീഴിൽ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ വെള്ളം കിട്ടൂല എന്നത് മനസ്സിലാകുന്നത്. ബിൽഡിങ്ങിന്റെ പണിയും തുടങ്ങിപ്പോയി, പള്ളിന്റെ പണിയും തുടങ്ങിപ്പോയി, സ്കൂളിന്റെ പണിയും തുടങ്ങിപ്പോയി, ഒക്കെ തുടങ്ങിപ്പോയി. വെള്ളം കിട്ടൂല, ഭയങ്കര കൂടും. അങ്ങനെ അപ്പുറത്ത് വേറൊരു സ്ഥലം വാങ്ങി 2.25 ലക്ഷം ഉറുപ്പ്യന്റെ ഒരു സ്ഥലം കിണറ്റിന് വേണ്ടി മാത്രം വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വെള്ളം കിട്ടുമെങ്കിലേ എടുക്കുള്ളൂ, കിണർ കുഴിച്ച് നോക്കിയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കിണർ കുഴിച്ച് നോക്കിയിട്ട് അവിടെയും വേണ്ട പോലെ വെള്ളം കിട്ടിയില്ല. അപ്പൊ കിണറ്റിന്റെ പൈസ അതും കല്ലത്തായി എന്ന് പറയാ. അങ്ങനെ കുടുങ്ങി. അപ്പോ ഈ സ്ഥലത്ത് ഭൂഗർഭശാസ്ത്രത്തിന്റെ വിവരമുള്ള ആളാണെന്ന് പറയപ്പെടുന്ന ഒരാള് നമ്മൾ കയ്യിലുള്ള സ്ഥലത്ത് തന്നെ വന്നിട്ട് മലേന്റെ മുകളിലൊരു സ്ഥലം കാണിച്ചു കൊടുത്തു, ഇവിടെ വെള്ളം കിട്ടുമെന്ന് നിർത്തി. എനിക്കത് അത്ര മനസ്സിൽ പിടിച്ചില്ല. അവിടെ എങ്ങനെ വെള്ളം കിട്ടാനാണ് നിങ്ങൾ തോന്നി. അങ്ങനെ കാസർഗോഡ് ഭാഗത്തുണ്ട് ഒരു സംസാരശേഷിയില്ലാത്തൊരു തങ്ങൾ, ചെറുപ്പക്കാരനാണ്. എൻ്റെ ബാഗിന്റെ സദസ്സിലെല്ലാം വരും, ഉറച്ച സുന്യ, സംസാരിക്കാൻ കഴിയില്ല, തങ്ങളാ. അപ്പോ ഈ തങ്ങള് കിണറ്റിന് സ്ഥലം കാണിച്ചു കൊടുക്കാൻ ഭയങ്കര സമർത്ഥനാണ് എന്നോട് അവിടെ കുഴൽ കിണറിന്റെ ഏർപ്പാടുള്ള മുതലാളിമാർ പലരും എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ തങ്ങളെ ഒരു ദിവസം ക്ഷണിച്ചു വെച്ചു. അങ്ങനെ ഈ തങ്ങളെ കൊണ്ടുവന്നു. ഇവിടെയും വെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ട്, നമ്മൾ ഈ സ്ഥലത്ത് വെള്ളം കിട്ടൂല. നമ്മളെ ഈ ബൗണ്ടറി, ഈ ആളുകൾ നിൽക്കുന്ന ഈ പറമ്പ്, ഈ പള്ളി നിൽക്കുന്ന സ്ഥലം, ഈ ബാക്കിലുള്ള സ്ഥലം ഒട്ടാകെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു കിട്ടിയാലും ഇവിടെ ഒരു സ്ഥലത്തും വെള്ളം കിട്ടൂല. ഒരു സ്ഥലത്തും ഈ ബൗണ്ടറിയിൽ ഈ ബാക്കിലുള്ള സ്ഥലത്തും വെള്ളം കിട്ടൂല, ഈ സ്ഥലത്തും വെള്ളം കിട്ടൂല, ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വെള്ളം കിട്ടൂല. അവസാനം എവിടെങ്കിലും കിട്ടും, ഒരു സ്ഥലത്തും കിട്ടൂല. സംഗതി ഇവിടെ കുഴിച്ച എല്ലാ കിണറും പരാജയ. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ മേപ്പയ്യൂർ പറഞ്ഞു, ഇസ്മായിൽ സഖാഫിയ കൊണ്ടുപോയി മേപ്പയ്യൂരിൽ പോയി മൂപ്പർ ഇങ്ങനെ മലയമ കൂടി നടന്ന് നേരത്തെ ആ ഭൂഗർഭശാസ്ത്രം അറിയുന്ന ആള് എന്ന് പറഞ്ഞ ആള് കാണിച്ചു കൊടുത്തൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ നേരെ പോയി അവിടെ നിന്നിട്ട് പറഞ്ഞു ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ പഠിച്ചിട്ട് പറഞ്ഞ അയാൾ പറഞ്ഞത് ഒരു പഠിപ്പില്ലാത്ത ഈ നാവെടുത്തൂടാത്ത തങ്ങൾ പറഞ്ഞു ഒരേ സ്ഥലം. അപ്പൊ എനിക്കൊന്ന് എന്തായാലും അവിടെ ഒന്ന് കുഴിച്ചു നോക്കണമെന്ന് തോന്നി. കുഴിച്ചൊരു 10-13 കോലില്ലേ, 10-13 കോല് കുഴിച്ചിട്ടുണ്ടാവും. കുഴിച്ച് കഴിയുമ്പോഴേക്ക് അടി കൂടി ഒരു പുഴ തന്നെ ഒഴുകുന്ന മാതിരി വെള്ളം, വലിയ ചാല്, വെള്ളം ധാരാളം. അപ്പോ കിണറ്റിന് സ്ഥലം നിർണയിക്കലൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയരുത്. പക്ഷേ ഒരു കാര്യം കേട്ടോ, അസ്മാവിന്റെ ചികിത്സ ഉണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കൂ അസ്മാവ് കാര്യം പറഞ്ഞ് ഇരിക്കുന്നവരൊക്കെ നല്ലവരാണ്. 90